ഗുഡ് ഈവനിങ് മുത്തുമണീസ്. നമ്മളെ കണ്ണിമാങ്ങ അച്ചാറട കണ്ടില്ലേ, ചമചമാന്നിരിക്കണ്, കുറുകുറായിരിക്കണം കേട്ടോ. നല്ല എണ്ണയൊക്കെ കണ്ടില്ലേ, മേലെ പാവട്ടി നിൽക്കണ്. ഇത് ഒരിക്കൽ കൊണ്ടുപോയവർ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഗൾഫിക്ക് അടുത്ത് കൊണ്ടുപോകല കേട്ടോ. നമ്മൾ കണ്ണിമാങ്ങ കട്ട് ചെയ്തിട്ടാണ് ഇടൽ. അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ അടിച്ചില്ല. നമ്മൾ ഒരു 3-4-5-6 മാസം മുന്നേ ഉപ്പിട്ട് വെച്ചതാണ് കണ്ണിമാങ്ങ. അപ്പോൾ മാങ്ങ ഒക്കെ പോത്തിയില്ല. അപ്പോൾ കണ്ണിമാങ്ങൻ്റെ ടൈമിൽ നമ്മൾ വാങ്ങി ഉപ്പിട്ട് വെച്ച മാങ്ങകളാട്ടോ. അപ്പോൾ മാങ്ങ കഴിഞ്ഞ് തുടങ്ങിയേക്കണെങ്കിൽ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മൾ ഓർഡറിനനുസരിച്ച് ഇങ്ങനെ അതിനെടുത്ത് അച്ചാറിട്ട് കൊടുക്കലാണ്. സൂപ്പർ അച്ചാറാണ് മക്കളെ. ഇത് കേടരൊന്നും ഇല്ല കേട്ടോ. ഇത് എത്രയും ഇങ്ങൾക്ക് ഇരിക്കും. ഇതുവരെ നമ്മൾ നനഞ്ഞ കയ്യിലൊക്കെ ഇട്ടെടുത്താൽ കേടരും. നമ്മൾ ഉപയോഗിക്കണോടത്താണ്, നമ്മളടുത്തുനിന്ന് കേടരില്ല. ആര് കൊണ്ടായാലും സൂപ്പറാന്ന് പറഞ്ഞിട്ട് പിന്നെയും പേരുണ്ട്. അപ്പോൾ വേണ്ടിയവർ വാങ്ങാൻ മറക്കേണ്ട. 62 38 099 313 കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറഞ്ഞ പൈസക്ക് സ്ഥലം വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നമ്മളറിവിലുണ്ട്, നമ്മൾ സെറ്റാക്കി തരും നിങ്ങൾക്ക് സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ സ്ഥലം സെറ്റാക്കി തരും. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ അച്ചാർ, ഹെയർ ഓയിൽ, സോപ്പൊക്കെ വേണ്ടിയവർ പറഞ്ഞോളൂ കേട്ടോ. അതും നമ്മൾ നിങ്ങൾക്ക് പിന്നെ സ്കിൻ ഓയിലുണ്ട്, ഒക്കെ അടിപൊളിയാണ്. ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ വാങ്ങണമുണ്ട്. അപ്പോൾ ഒക്കെ ഈ നമ്പറിൽ തന്നെ വിളിച്ച് സംഗതി നമ്മളെത്തിച്ച് തരും. അപ്പം നിങ്ങൾക്കും ഉപകാരം, ഞമ്മക്കും ഉപകാരം. അങ്ങനെ തന്നെ അല്ലേ? പിന്നെത്താ. അപ്പോൾ ലൈക്കും ഷെയറും ഫോളോ ചെയ്യാത്തവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലുള്ളവരെത്താ പറയുക, ഫോളോ ചെയ്യല്ല തന്നെ പറയില്ല. അതും എന്താ വെച്ചാൽ അത് ചെയ്യുക, നമുക്കറിയില്ല. പിന്നെ വെറുതെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കട്ടെ. ഈ ഫേസ്ബുക്കിലുള്ള ഇതും ഇൻസ്റ്റാഗ്രാമിലുള്ളതൊക്കെയാണ്, യൂട്യൂബിലുള്ളതല്ല. ചില ഇൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇബിലിസുകളെന്ന് ഞാൻ പറയല്. ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷയിൽ പറഞ്ഞാൽ നേരമ്പ രോഗികൾ എന്നൊക്കെ പറയും. എനിക്ക് ഒരു വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ചിലരൊക്കെ റിമൂവ് ആക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണീൻ്റെ ഒക്കെ തിരക്കിലിങ്ങനെ വിളിച്ചു നമ്മൾ ആർദ്ദേശം വേണ്ടി ചെല്ലുമ്പോൾ ഈ കുരുത്തം കെട്ടിട്ടിങ്ങളാണ് നിൽക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ വിവരം അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളാരും മെസ്സേജൊന്നും എടുത്ത് നോക്കില്ല. ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഞാൻ മെസ്സേജൊന്നും എടുത്ത് നോക്കലില്ല. ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ട് അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മതിട്ടാ. എനിക്ക് ഇങ്ങനെ നിങ്ങളോടൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് വിവരം പറയാനൊന്നും നിങ്ങൾക്ക് നേരമില്ല. ഞാൻ ഭയങ്കര ബിസിനസ്സുകാരത്തിയാണ്. ഡ്രസ്സൊരു വക, അച്ചാറൊരു വക, സോപ്പൊരു വക, എണ്ണ ഒരു വക, സ്കിൻ ഓയിൽ ഒരു വക. നിങ്ങളാരും മേങ്ങണില്ല വെച്ചിട്ട് നമ്മളെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മേങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത്. എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. നിങ്ങളാരും നമുക്ക് 10 രൂപേൻ്റെ കായ് തരണീയല്ല. പിന്നെ എന്തിനാണ് നിങ്ങളിന്ന് ഇങ്ങനെ സ്വൈര്യം കെടുത്തണ്? ഞാൻ അധ്വാനിച്ച് ജീവിക്കണ ഒരു വ്യക്തിയാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. എന്നാ ബായ്.